ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ പ്രവാസി വോട്ടുകൾക്ക് തിരിച്ചടിയാകുന്നു. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥയും കുതിച്ചുയരുന്ന വിമാന ടിക്കറ്റ് നിരക്കുമാണ് കാരണം. മെയ് മാസത്തിൽ നിരക്ക് കുറയുമ്പോൾ ഫലം അറിയാനെങ്കിലും നാട്ടിലെത്താമെന്നാണ് ചിലരുടെ പ്രതീക്ഷ. കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആവേശകരമായ അവസാനഘട്ട പോരാട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇപ്പോഴിതാ കേരളത്തിൽ ചൂടുപിടിക്കുമ്പോൾ ആശങ്കയായി മറ്റൊരു വാർത്ത പുറത്തുവരുന്നു. തെരഞ്ഞെടുപ്പിൽ നിർണായകമായ പ്രവാസി വോട്ടുകളുടെ എണ്ണത്തിൽ ഇത്തവണ വലിയ കുറവുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. പശ്ചിമേഷ്യൻ സംഘർഷം നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും ബാധിക്കുന്നുവെന്ന് തന്നെയാണ് കാണുന്നത്. 70% പ്രവാസികളും ഇത്തവണ വോട്ട് ചെയ്യാൻ കേരളത്തിലെത്തില്ലെന്നാണ് കണക്കുകൂട്ടൽ. പ്രവാസി വോട്ടുകൾ ഗണ്യമായി കുറയുമെന്നത് സ്ഥാനാർത്ഥികളെയും രാഷ്ട്രീയ പാർട്ടികളെയും ഒരുപോലെ ആശങ്കയിലേക്ക് ആഴ്ത്തുകയാണ്. കേരളത്തിലെ എല്ലാ തെരഞ്ഞെടുപ്പ് വേളകളിലും വോട്ട് ചെയ്യുന്നതിനു വേണ്ടി മാത്രം ആഘോഷപൂർവ്വം നാട്ടിലേക്ക് വരുന്ന ഒരു വലിയ വിഭാഗം പ്രവാസികളുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ തീർത്തും വ്യത്യസ്തമാണ്. മുന്നിലുള്ളത് നിരവധി പ്രതിസന്ധികൾ മാത്രമാണ് പ്രവാസികൾക്ക്. പല രാജ്യങ്ങളിലും പരിമിതമായ വിമാന സർവീസ് മാത്രമാണ് ഇന്ന് നിലവിലുള്ളത്. അതിന് നൽകേണ്ടതാകട്ടെ 3 ഇരട്ടി വരെ ഉയർന്ന നിരക്കും. ഭൂരിപക്ഷം വിജയികളെ നിർണ്ണയിക്കുന്ന മണ്ഡലങ്ങളിൽ കടൽ കടന്നെത്തുന്ന പ്രവാസി വോട്ടുകൾ നിർണായകമാകും. എന്നാൽ ഇത്തവണ അതില്ല. അതുകൊണ്ട് തന്നെ വിവിധ മുന്നണികൾക്കും ഇക്കുറി ആശങ്കയാണ്. സാധാരണക്കാരായ പ്രവാസികൾക്ക് വോട്ട് ചെയ്യാൻ നാട്ടിലെത്തുക എന്നത് ഇത്തവണ വലിയ സാമ്പത്തിക ബാധ്യത കൂടിയാണ്. താങ്ങാൻ സാധിക്കാത്ത വിമാന ടിക്കറ്റ് നിരക്ക് തന്നെയാണ് വലിയ കടമ്പ. നാട്ടിലെത്തി വോട്ട് ചെയ്ത് മടങ്ങണമെങ്കിൽ കുറഞ്ഞത് 1.5 ലക്ഷം രൂപയെങ്കിലും ഇവർക്ക് വേണ്ടിവരും. മുൻകാലങ്ങളിൽ രാഷ്ട്രീയ സംഘടനകൾ മുൻകൈയെടുത്ത് വോട്ട് വിമാന പദ്ധതികൾ നടത്തിയിരുന്നു. എന്നാൽ ഇത്തവണ ആ പദ്ധതികൾ സജീവമല്ല. കൂടിയ നിരക്ക് കാരണം ഇത്തരം നീക്കങ്ങളിൽ നിന്ന് സംഘടനകളും പിന്മാറുകയാണ്. ഏപ്രിൽ മാസത്തിൽ നിരക്ക് ഉയർന്ന നിലയിൽ തന്നെ തുടരുന്നതിനാൽ വോട്ട് ലക്ഷ്യമിട്ട് നേരത്തെ തന്നെ അവധി അപേക്ഷിച്ച പലരും യാത്രകൾ ഉപേക്ഷിച്ച സാഹചര്യമാണ് ഇന്ന് ദൃശ്യമാകുന്നത്. മെയ് മാസത്തിൽ നിരക്ക് കുറയുമോ എന്ന ആകാംക്ഷയും ഇവിടെയുണ്ട്. അങ്ങനെയെങ്കിൽ ഫലം അറിയാനെങ്കിലും നാട്ടിലേക്ക് എത്താമെന്നാണ് പ്രവാസികളുടെ പ്രതീക്ഷ. അതായത് പ്രാദേശിക യുദ്ധ സാഹചര്യം ഇപ്പോഴും തുടരുകയാണ്. വിമാന സർവീസുകളുടെ ലഭ്യതക്കുറവ് മൂലം യുഎയിലെ ആയിരക്കണക്കിന് പ്രവാസികൾക്ക് തങ്ങളുടെ ജനാധിപത്യ അവകാശം വിനിയോഗിക്കാൻ കഴിയാത്ത സാഹചര്യം ഇന്നുണ്ട്. കേരളത്തിലെ പുതിയ വോട്ടർ പട്ടിക പ്രകാരം ഏറ്റവും കൂടുതൽ പ്രവാസി വോട്ടർമാരുള്ളത് കോഴിക്കോട് ജില്ലയിലാണ്. 60,258 പ്രവാസി വോട്ടുകളാണ് കോഴിക്കോട് ജില്ലയിൽ മാത്രമുള്ള കണക്ക്. 58,279 പ്രവാസി വോട്ടർമാരുമായി കണ്ണൂർ ജില്ലയാണ് 2ാം സ്ഥാനത്തുള്ളത്. മലപ്പുറം ജില്ലയായിരുന്നു പലപ്പോഴും മുന്നിലുണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണ 41,962 പ്രവാസി വോട്ടർ മാത്രമാണ് മലപ്പുറത്തുള്ളത്. ഏറ്റവും കുറവ് പ്രവാസി വോട്ടർമാരുള്ള ജില്ല ഇടുക്കിയാണ്, 791 പേർ. കേരളത്തിലാകെ 2,42,093 പ്രവാസി വോട്ടർമാരാണുള്ളത്. ഇതിൽ ഭൂരിഭാഗവും പുരുഷന്മാരാണ്. മലപ്പുറം ജില്ലയിലെ തിരൂർ മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത്. ഇതിൽ പകുതിയിലധികം പ്രവാസികൾക്കും വോട്ട് ചെയ്യാൻ ഇത്തവണ സാധ്യമാകില്ല എന്നതാണ് വസ്തുത. എന്തായാലും ഇത്തവണ തെരഞ്ഞെടുപ്പിൽ പ്രവാസി വോട്ടുകൾ തിരിച്ചടിയാകും. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.